നമസ്കാരം. സുനിത കുക്ക് ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മോദകം ഉണ്ടാക്കിയാലോ? അപ്പം അതേ വിനായക ചതുർത്ഥിയൊക്കെ വരികയല്ലേ, അപ്പം നമുക്ക് കുറച്ച് മോദകം ഒന്ന് ഉണ്ടാക്കാം. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. മോദകത്തിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇതിൽ ശർക്കരയാണ് കേട്ടോ ചേർക്കാനുള്ളത്. എനിക്കാണെങ്കിൽ ശർക്കര ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്തൊരു ഓട്ടടയുടെ ഇലയില്ലാതെ ഓട്ടട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും ശർക്കരയും ചേർക്കാറേ ഇല്ല കേട്ടോ. ഇത് കുറച്ച് ചെറിയ ജീരകവും ഒരു 4-5 ഏലക്കയും കൂടെ ഒരല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇതങ്ങ് ചേർത്ത് കൊടുത്തു. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നാൽ മതി. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതേ പഞ്ചസാരയൊക്കെ ചെറിയ രീതിയിലൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നെങ്കിൽ മാറ്റാം. അപ്പം അത് ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിമാവ് ഉണ്ടല്ലോ, അത് കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടാണ് കുഴച്ചിട്ടുള്ളത്. ഉപ്പും ചൂടുവെള്ളത്തിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കുഴച്ചെടുത്താണ് കേട്ടോ. അപ്പം അത് ഇനി നമുക്ക് വേണ്ട ഒരു മോൾഡാണ്, ഒരു മോദകത്തിൻ്റെ മോൾഡ്. ഇത് ഞാൻ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ കേരളത്തിൽ ഇവിടെ കടകളിൽ കിട്ടുമോ അറിയില്ല. എന്തായാലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് കുറേശ്ശെ ഈ മോൾഡിനകത്തോട്ട് ഇതുപോലെ ആക്കി കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്യണം. നമ്മൾ വിരൽ കൊണ്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയാം, നമ്മുടെ കൊഴുക്കട്ട പോലെ ഒരുപാട് കട്ടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നൈസായിട്ട് തന്നെ നമ്മളിത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് കുറേശ്ശെ മാവെടുത്തിട്ട് ഹോളൊന്നും വരാത്ത രീതിയിൽ, ഗ്യാപ്പൊന്നും വരാതെ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ അകത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരല്പം മാവെടുത്തിട്ട് ഇവിടെ ഇതുണ്ട്, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതങ്ങ് അടച്ചു കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് ഇപ്പോൾ കണ്ടോ, നമ്മുടെ മോദകം ഇവിടെ ആ മോൾഡിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് ഇനി വരും. കണ്ടോ, ഇതുപോലെ ഇനി എടുക്കണം. ഈ മോൾഡിൽ അല്പം വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയി പറയാനായിട്ട്. അപ്പം നമുക്ക് ഓരോ മോദകവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരെണ്ണം കൂടി ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കനമായിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. കുറച്ച് കനം കുറച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. വളരെ എളുപ്പമാണ് നമുക്ക്. പിന്നെ കാണാനൊരു ഭംഗിയുണ്ടല്ലോ, നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ബോംബെയിലൊക്കെ ആയിരുന്ന സമയത്ത് മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല ഇതൊന്നും. അതുകൂടെ നമുക്ക് ഈ മോൾഡിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മോദവും നമുക്ക് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അതെ, ഓരോന്നോരോന്നായിട്ട് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇത് അത്യാവശ്യം വലിയൊരു മോൾഡ് ആയതുകൊണ്ട് തന്നെ വലിയ മോദകങ്ങളാണ് കേട്ടോ. എൻ്റെ അടുത്തൊരു ചെറിയ മോൾഡ് ഉണ്ട്, അതൊരു നല്ലതല്ല കേട്ടോ. വാങ്ങുന്ന സമയത്ത് പോലത്തെ വലുത് തന്നെ വാങ്ങണം കേട്ടോ. അത് മറ്റൊരു മെനക്കേടാണ്, കുഞ്ഞു കുഞ്ഞായിരിക്കും അത്. അപ്പോൾ അത് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ എണ്ണിയില്ല. കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടി സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോദകം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊരു 4 മണി പലഹാരമായിട്ടും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് സ്റ്റീമർ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് ഒന്ന് ഇരിക്കണം കേട്ടോ. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിങ്ങ് മാറ്റാം. അപ്പം ഇത് നമ്മുടെ മോദകം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.